പ്രവാസ ലോകത്തു നിന്നുള്ള വാർത്തകൾ. UK വിസ ഗ്രേസ് പീരീഡ് ജൂൺ 1 വരെ നീട്ടി. ബയോമെട്രിക് റെസിഡൻസ് പെർമിറ്റ് ഉടമകൾ രേഖകൾ ഇലക്ട്രോണിക് സംവിധാനത്തിലേക്ക് മാറ്റേണ്ടതാണെന്ന് അധികൃതർ അറിയിച്ചു. ബയോമെട്രിക് റെസിഡൻസ് പെർമിറ്റുകളുടെ ഒരു ഇലക്ട്രോണിക് പതിപ്പാണ് വിസ. UK വിസ ഇമിഗ്രേഷൻ അക്കൗണ്ടുകൾ വഴി ആക്സസ് ചെയ്യാവുന്നതാണ്. UK സർക്കാർ പൂർണ്ണമായും ഡിജിറ്റൽ ഇമിഗ്രേഷൻ സംവിധാനത്തിലേക്ക് മാറുകയാണ്. ബയോമെട്രിക് റെസിഡൻസ് പെർമിറ്റുകൾ പോലുള്ള പേപ്പർ രേഖകൾ ഇലക്ട്രോണിക് രേഖകളാക്കി മാറ്റണം. നേരത്തെ മാർച്ച് 31 വരെ ഗ്രേസ് പീരീഡ് നൽകിയിരുന്നു. അതാണ് ഇപ്പോൾ ജൂൺ 1 വരെ നീട്ടിയിരിക്കുന്നത്. 2024 ഡിസംബർ 31 അതിനുശേഷമോ കാലഹരണപ്പെട്ട ബയോമെട്രിക് റെസിഡൻസ് പെർമിറ്റുള്ളവർക്കും അടിസ്ഥാന ഇമിഗ്രേഷൻ സ്റ്റാറ്റസ് കൈവശം വയ്ക്കുന്നവർക്കും 2025 ജൂൺ 1 വരെയുള്ള അന്താരാഷ്ട്ര യാത്രകൾക്കായി അവരുടെ കാലഹരണപ്പെട്ട രേഖകൾ ഉപയോഗിക്കുന്നത് തുടരാൻ അനുവദിക്കും. ഹോം ഓഫീസ് സ്ഥിതിവിവര കണക്കുകൾ പ്രകാരം 4 ദശലക്ഷത്തിലധികം UK വിസ ഉടമകൾ അവരുടെ വിസ ആക്സസ് ചെയ്യുന്നതിനായി ഒരു അക്കൗണ്ട് വിജയകരമായി സൃഷ്ടിച്ചിട്ടുണ്ട്. ഏകദേശം 6 ലക്ഷം ആളുകൾ ഇതുവരെ അവരുടെ രേഖകൾ വിസയിലേക്ക് മാറിയിട്ടില്ല. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഹോളി പ്രമാണിച്ച് വിമാന ബുക്കിംഗിൽ 50% വർധന. അന്താരാഷ്ട്ര തലത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ തിരഞ്ഞ സ്ഥലങ്ങളുടെ പട്ടികയിൽ മുന്നിലുള്ളത് ദുബായ്. ഹോളിയും വാരാന്ത്യാവധിയും ഒരുമിച്ച് വന്നതിനാൽ ആഭ്യന്തര അന്തർദേശീയ യാത്രക്കാരുടെ എണ്ണം വർദ്ധിച്ചു. വിമാന ബുക്കിംഗുകളിലും ഹോട്ടൽ താമസങ്ങളിലും ഈ വർധനവ് കാണപ്പെടുന്നു. സ്വദേശ യാത്രക്കാർ, വിനോദയാത്രകൾ, ആത്മീയ ടൂറിസം എന്നിവയാൽ ഹോളിക്ക് ഫ്ലൈറ്റ് ബുക്കിംഗുകളിൽ വർഷം തോറും 45 മുതൽ 50% വരെ വർധനവ് രേഖപ്പെടുത്തിയതായി യാത്രാ പ്ലാറ്റ്ഫോമായ ഇക്സിഗോ റിപ്പോർട്ട് ചെയ്യുന്നു. അബുദാബിയിൽ ബുക്കിംഗുകളിൽ 146% വാർഷിക വർധന രേഖപ്പെടുത്തി. ബാങ്കോക്ക് 38%, സിംഗപ്പൂർ 40% എന്നിങ്ങനെ തൊട്ടു പിന്നിലുണ്ട്. അന്താരാഷ്ട്ര യാത്രയിൽ വിയറ്റ്നാം, മലേഷ്യ, അസർബൈജാൻ, ജോർജിയ എന്നിവയാണ് ഏറ്റവും കൂടുതൽ വളർച്ച കൈവരിക്കുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ തിരഞ്ഞെടുത്ത സ്ഥലങ്ങളുടെ പട്ടികയിൽ ദുബായ് ആണ് മുന്നിൽ. തൊട്ടു പിന്നാലെ ഫുക്കറ്റ്, ബാങ്കോക്ക്, സിംഗപ്പൂർ, ബാലി എന്നിവയും ഉൾപ്പെടുന്നു. ഇന്ത്യയിൽ ഗോവയാണ് പട്ടികയിൽ 1-ാം സ്ഥാനത്തുള്ളത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. UAE-യിൽ ഡ്രോൺ നിയന്ത്രണ നിയമം പ്രാബല്യത്തിൽ. ഡ്രോൺ പ്രവർത്തിപ്പിക്കുന്ന കമ്പനികൾ മാർഗനിർദ്ദേശങ്ങളും നിയമങ്ങളും പാലിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. ജനറൽ സിവിൽ ഏവിയേഷൻ അതോറിറ്റിയാണ് പുതിയ നിയമം അവതരിപ്പിച്ചത്. ഡ്രോൺ സേവനദാതാക്കൾക്ക് ഇത്തരമൊരു നിയന്ത്രണം കൊണ്ടുവരുന്നത് മേഖലയിൽ ഇതാദ്യമാണ്. പരിശീലനം, കരാറുകൾ, ഗുണനിലവാരം, സുരക്ഷ തുടങ്ങി ഡ്രോൺ സേവനദാതാക്കൾക്കുള്ള എല്ലാ മാനദണ്ഡങ്ങളും പുതിയ നിർദ്ദേശത്തിലുണ്ട്. രാജ്യത്തെ ഡ്രോൺ പ്രവർത്തനങ്ങളും വ്യോമയാന ഗതാഗതവും തമ്മിൽ സുഗമമായ സംയോജനം ഉറപ്പാക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് വ്യോമയാന അതോറിറ്റി പുതിയ മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചത്. വിനോദാവശ്യങ്ങൾക്കായി ഡ്രോൺ ഉപയോഗിക്കുന്നവർ UAE ഡ്രോൺസ് ആപ്പിലൂടെ രജിസ്റ്റർ ചെയ്യുകയും GCAA അംഗീകൃത ഏജൻസികളിൽ നിന്ന് പരിശീലന സർട്ടിഫിക്കറ്റ് നേടുകയും വേണം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കൗമാരക്കാരുടെ സോഷ്യൽ മീഡിയ ഉപയോഗം നിയന്ത്രിക്കാൻ GCC രാജ്യങ്ങളും. ഇതുമായി ബന്ധപ്പെട്ട് സാങ്കേതിക കമ്പനികളുമായി GCC അധികൃതർ ചർച്ച ആരംഭിച്ചു. മെറ്റയുടെ റീജിയണൽ സെയിൽസ് ഡയറക്ടർ അഷറഫ് കൊഹേൻ ദുബായിൽ നടന്ന ഒരു കോൺഫറൻസിലാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. 16-18 വയസ്സിന് താഴെയുള്ളവരുടെ സോഷ്യൽ മീഡിയ ഉപയോഗം നിയന്ത്രിക്കേണ്ടതുണ്ടെന്ന് GCC മേഖലയിൽ ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നുണ്ട്. ഈജിപ്തിൽ നിയന്ത്രണം നടപ്പിലാക്കേണ്ട പ്രായത്തെക്കുറിച്ച് നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചയ്ക്ക് സമാനമായാണ് GCC രാജ്യങ്ങളിലും ഇത് നടക്കുന്നതെന്ന് അഷറഫ് കൊഹേൻ പറഞ്ഞു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും മറ്റ് ഐഡന്റിറ്റി മാനേജ്മെന്റ് സൊല്യൂഷനുകളുടെയും സഹായത്തോടെ കൗമാരക്കാരുടെ സോഷ്യൽ മീഡിയ ഉപയോഗം നിരീക്ഷിക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനും സാധിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. 2024 നവംബറിൽ ഓസ്ട്രേലിയ ഭരണകൂടം 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ നിരോധനം നടപ്പിലാക്കിയിരുന്നു. അതുപോലെ ഫ്രാൻസും ചില US സംസ്ഥാനങ്ങളും മാതാപിതാക്കളുടെ അനുമതിയില്ലാതെ പ്രായപൂർത്തിയാകാത്തവരുടെ സാമൂഹ്യമാധ്യമ ഉപയോഗം നിയന്ത്രിക്കുന്നതിനുള്ള നിയമങ്ങൾ പാസാക്കിയിട്ടുണ്ട്. ചൈനയും സൈബർ സുരക്ഷാ നിയമവും മൈനർ പ്രൊട്ടക്ഷൻ നിയമവും പുറത്തിറക്കിയിട്ടുണ്ട്. UAE-യിലെ പൊതുവിദ്യാലയങ്ങളിലും വിദ്യാർത്ഥികളുടെ സുരക്ഷയും സ്വകാര്യതയും സംരക്ഷിക്കുന്നതിനായി മൊബൈൽ ഫോണുകൾ സ്കൂളിലേക്ക് കൊണ്ടുവരുന്നതിനും നിയന്ത്രണങ്ങളുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കുവൈറ്റ് പൗരന്മാരുടെ കടം തീർക്കാൻ ദേശീയ ക്യാമ്പയിൻ ആരംഭിച്ചു. പരമാവധി 20,000 ദിനാർ വരെയാണ് സഹായമായി നൽകുന്നത്. മാർച്ച് 14 തുടങ്ങിയ ക്യാമ്പയിൻ 1 മാസം നീണ്ടുനിൽക്കും. രാജ്യത്തെ ചാരിറ്റി സംഘടനകളുമായി സഹകരിച്ച് സാമൂഹ്യകാര്യ മന്ത്രാലയമാണ് ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. ക്രിമിനൽ റെക്കോർഡില്ലാത്ത പൗരന്മാരെയും സാമ്പത്തിക ബാധ്യതയുള്ള പാവപ്പെട്ടവരെയും സഹായത്തിന് പരിഗണിക്കും. കടം തിരിച്ചടക്കാത്തതിന്റെ ഔദ്യോഗിക രേഖകൾ മന്ത്രാലയത്തിൽ സമർപ്പിക്കണം. നീതിന്യായ മന്ത്രാലയത്തിന്റെ സിവിൽ എൻഫോഴ്സ്മെന്റ് വഴിയാണ് പണം നൽകുക. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.